beginning of the creation, God made them male and female. For this reason, a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. So then they are no longer two, but one flesh. Therefore, what God has joined together, let not man separate. ജേക്കബ് മഞ്ഞലി അച്ഛനാണ് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നത്. വിവിധ രാജ്യങ്ങളിലൊക്കെ ആയിട്ട് വചന പ്രഘോഷണം നൽകുന്ന ഒരു വൈദികനാണ്. കുറവുള്ളതിനെ എങ്ങനെ നിറവുള്ളതാക്കാം എന്നൊരു വിഷയത്തെക്കുറിച്ച് കുടുംബജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണത്. ക്ലാസ് നയിക്കുന്ന അച്ഛൻ, കൂടുതലായിട്ട് അച്ഛനെ ശ്രമിക്കാനായിട്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ നിനക്ക് എന്തു തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്തു പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹമായ ദാമ്പത്യ ജീവിതത്തിനായി ഒരുങ്ങുന്നവരാണ് നിങ്ങൾ. കുടുംബത്തെ സ്ഥാപിച്ചതും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നതും ദൈവമായ കർത്താവാണെന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ആത്മീയവും ഭൗതികവുമായ ഒരു ഒരുക്കത്തിന് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സഭാധികാരികളും നല്ല കുടുംബങ്ങളെ സ്നേഹിക്കുന്നവരും മനോഹരമായ കുടുംബജീവിതത്തെ സ്വപ്നം കാണുന്നവരുമായ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിച്ച് അതിൻ്റെ ഫലം പ്രാപിക്കണമെന്ന് എല്ലാവരെയും അച്ഛൻ ഓർമ്മപ്പെടുത്തണം. പലപ്പോഴും ഈ ഒരു സംവിധാനം അപ്രസക്തമാണെന്നും അനാവശ്യമാണെന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരവും ജീവിതത്തിന് ഇല്ല എന്നും ഒക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, മുതിർന്നവർ പറയുന്നത് പലതും പുതിയ തലമുറകൾക്ക് അരോചകമാകുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണല്ലോ ആ പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുള്ളത്. മൂത്തവർ നല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. പക്ഷെ ഈ ഒരു പ്രത്യേകമായ പരിശീലനത്തിലൂടെ കടന്നു പോകുന്നവർ ആയതിലൂടെ ലഭിച്ച അറിവും അനുഭവവും തങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്നതായിട്ടാണ് പിന്നീട് സാക്ഷ്യപ്പെടുത്തി അച്ഛൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെട്ട ആത്മീയമായ ഒരു കൊച്ചു ബോധ്യം ഈ അവസരത്തിൽ നൽകാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള പറഞ്ഞൊത്തിട്ടുള്ള രക്ഷ, അത് അവബോധങ്ങളിൽ അടിസ്ഥാനമിട്ടതാണ്. സുവിശേഷം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആരെല്ലാം താൻ ആരാണെന്നുള്ള തിരിച്ചറിവോടെ താൻ ആരായിരിക്കേണ്ടവനായിരുന്നു എന്ന ബോധ്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പി നിന്നോ അവരൊക്കെയാണ് അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. അത് ദൈവികമായി ചിന്തിക്കുമ്പോൾ മാത്രമല്ല, മാനുഷികമായി ചിന്തിക്കുമ്പോഴും വലിയൊരു സത്യമാണ്. നോ ദൈസെൽഫ്, അങ്ങനെയാണല്ലോ പ്ലേറ്റോയെ പോലെയുള്ള വലിയ വലിയ തത്വജ്ഞാനികൾ പറയുക. ഏറ്റവും വലിയ അറിവ് അവനവനെ കുറിച്ചുള്ള അറിവാണ്. അവനവനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് നമ്മളെ വഴി നടത്തുമെന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ്. അവനവനെ കുറിച്ചുള്ള അറിവില്ലാതാകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകൾ സംഭവിക്കുക. സുവിശേഷം പ്രത്യേകമായി ഊന്നൽ കൊടുക്കുന്ന ഒരു വലിയ സത്യമാണിത്. താൻ ആരാണെന്നുള്ള തിരിച്ചറിവോടെ തൻ്റെ നന്മകളും തൻ്റെ കുറവുകളും ദൈവസന്നിധിയിൽ തുറന്നു വെക്കുന്നവർക്കാണ് ദൈവാനുഗ്രഹത്തിന്റെ അഭിഷേകം കിട്ടുക. അപ്പോ നിങ്ങൾ
കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ അത് രക്ഷയുടെ ഒരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ്, മക്കൾക്കറിയാലോ, കുടുംബജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ്. ദൈവം തരുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കും പ്രകാരം ചേർത്ത് പിടിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്ര പൂർത്തീകരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് കുടുംബജീവിതം എന്ന മനോഹരമായ ദാനം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ദൈവം തരുന്ന പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളിയെ, മക്കളെ, തമ്പുരാൻ തരുന്ന മാതാപിതാക്കളെ, കൂടപ്പിറപ്പുകളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് വിവാഹ കോഴ്സിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ചെറുക്കനെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള പരിശീലനം മാത്രമല്ല വിവാഹ കോഴ്സിൽ നമുക്ക് ലഭിക്കുന്നത്. നാം സ്വീകരിക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവ്വതിനെയും സർവരെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനുള്ള പരിശീലനമാണ്. അങ്ങനെ ദൈവം അനുവദിച്ചു തരുന്ന കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുക എന്നുള്ളതാണ് കുടുംബം, വിവാഹം എന്ന കൂദാശയുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ, ഈ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നാം ആരംഭിക്കുന്ന കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആരാണ്, നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും എന്തൊക്കെയാണ്, എപ്രകാരമാണ് നമ്മുടെ കഴിവിനെയും കഴിവുകേടുകളെയും ദൈവം പരിഗണിക്കുന്നത്, ആ ഒരു ചിന്ത വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ട മക്കളെ, സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ നിങ്ങളോട് സംസാരിക്കുക. തീർച്ചയായിട്ടും ഇതിന് മനഃശാസ്ത്രപരമായ ഗംഭീരമായ ഒരു പശ്ചാത്തലം, ഒരു പ്രതലമുണ്ട്. മനഃശാസ്ത്രപരമായി ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുമായിരിക്കും, പറഞ്ഞു തരുമായിരിക്കും. അച്ഛൻ സംസാരിക്കുന്നത് തീർച്ചയായും സത്യവേദ പുസ്തകത്തിന്റെ വെളിച്ചത്തിലാണ്. ദൈവം ആദത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദം, വേർ ആർ യു? നീ എവിടെയാണ് ആദം? ഉൽപ്പത്തിയുടെ പുസ്തകം 3:9 നമ്മളത് വായിക്കുക. ആദ്യ പിതാവായ ആദം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അയാൾ താൻ നഗ്നനാണെന്ന് അറിഞ്ഞ് എവിടെയോ പോയി ഒളിച്ചു. ഉലാത്തുന്നതിന്റെ ഇടയില് സാധാരണ ആദം ദൈവത്തിന്റെ കൂടെ നടക്കാറുണ്ടെന്നാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. ആ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ആദത്തിനോട് കർത്താവ് ചോദിച്ച ചോദ്യം വളരെ 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 പ്രസക്തമാണ്. ആദത്തിനോട് ദൈവം ചോദിക്കണു, ആദം, വേർ ആർ യു? നീ എവിടെയാണ്? വെറുതെ ആദത്തിന്റെ അഡ്രസ് അല്ല കർത്താവ് ചോദിക്കുന്നത്, വളരെ അസ്തിത്വപരമായ ഒരു ചോദ്യമാണത്. ഉൽപ്പത്തി ഗ്രന്ഥകാരൻ ഗംഭീരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. ആദം, വേർ ആർ യു? എവിടെയാണ് നീ ആയിരിക്കുന്നത് എന്ന് അറിയുക മാത്രമല്ല ദൈവത്തിന്റെ ആവശ്യം. ആദം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ആ പർട്ടിക്കുലർ സ്പോട്ട് മനസ്സിലാക്കുകയല്ല ദൈവത്തിന്റെ ഉദ്ദേശം. നേരെ മറിച്ച് ചോദ്യത്തിനൊരു പിന്നാമ്പറുണ്ട്. നീ എവിടെയാണ് എന്ന ചോദ്യം നീ എവിടെ ആയിരിക്കേണ്ടവനാണ് എന്നൊരു ചോദ്യം കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഇടർച്ചകൾ സംഭവിക്കുമ്പോൾ, നമുക്ക് തെറ്റ് പറ്റുമ്പോൾ കർത്താവ് നമ്മുടെ പിന്നാലെ നടന്ന് ഈ ചോദ്യം ആവർത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. വേർ ആർ യു? ഇറ്റ് സിംപ്ലി മീൻസ് വേർ യു ഷുഡ് ബി. നീ എവിടെ ആയിരിക്കേണ്ടവനാണ്. നിനക്ക് എന്താണ് സംഭവിച്ചത്? നിന്റെ ജീവിതത്തിൽ നന്മയുടെ ശിഖരങ്ങളിൽ നിന്ന് തിന്മയുടെ അധോഭാഗങ്ങളിലേക്ക് നീ എങ്ങനെയാണ് വീണുപോയത്? ഈ ഒരു ചോദ്യം നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് തന്നെ ചോദിക്കണം. വിവാഹത്തിന് ഒരുങ്ങുമ്പോൾ പ്രത്യേകിച്ച് മനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോയപ്പോ നമ്മുടെ ഹൃദയത്തിന്റെ നൈർമല്യം എത്ര മനോഹരമായിരുന്നു. ആ കാലഘട്ടത്തിന്റെ നൈർമല്യത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, തീക്ഷ്ണതയിൽ നിന്നൊക്കെ നമ്മൾ എന്തുമാത്രം പടിയിറങ്ങിപ്പോയി. ആൻഡ് യു ജസ്റ്റ് ഗോ ബാക്ക്. ദൈവത്തിന്റെ അനുഗ്രഹം സമ്പാദിക്കാൻ ഒരുങ്ങുമ്പോ തീർച്ചയായിട്ടും ഈ ഒരു ചിന്ത പ്രസക്തമാണ്. ഹാഗാറിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കും. ഹാഗാർ ഓടിപ്പോവാണ്. ഹാഗാർ ഓടിപ്പോകുമ്പോ ഹാഗാറിനെ തടുത്ത് നിർത്തി ദൈവത്തിന്റെ ദൂതൻ ചോദിക്കുന്ന ചോദ്യമാണത്. സാറായുടെ ദാസിയായ ഹാഗാർ, നീ എവിടെ നിന്ന് വരണു? നീ എവിടേക്ക് പോണു?
നീ എവിടെ നിന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു. വിവാഹ ഒരുക്ക കോഴ്സിൽ സംബന്ധിക്കാൻ വന്നിരിക്കുമ്പോ ദൈവത്തിന്റെ അത്യുദാത്തമായ കുടുംബം എന്ന മഹാനുഗ്രഹത്തെ കരങ്ങളിൽ വാങ്ങാൻ, ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ you should always think about this question, from where you are coming and to where you are going. നീ എവിടെ നിന്ന് വരുന്നു, നീ എവിടേക്ക് പോകുന്നു. It's so simple. What's your origin and what's your destiny? നീ എവിടെ നിന്നാ വരുന്നത്? ഒരു ഭർത്താവാകാനുള്ള എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഒരു ഭാര്യയാകാനുള്ള, ഗർഭം ധരിക്കാനുള്ള, അമ്മയാകാനുള്ള എന്ത് ക്വാളിഫിക്കേഷനാണ് നിനക്കുള്ളത്? നിന്റെ ആദ്യകാല നൈർമല്യങ്ങളിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, നിഷ്കളങ്കതയിൽ നിന്ന്, നിസ്വാർത്ഥമായ ദൈവസ്നേഹത്തിൽ നിന്ന്, തീക്ഷ്ണമായ വിശ്വാസത്തിൽ നിന്ന് നീ എന്തുമാത്രം മാറിപ്പോയി. നീ എവിടെ നിന്ന് വരണു, നീ എവിടേക്ക് പോകണം. അതാണ് അച്ഛൻ പറഞ്ഞത്, സെൽഫ് അവയർനെസ് ഓർ കോൺഷ്യസ്നെസ്. അങ്ങനെയാണ് ഭാരതത്തിന്റെ പ്രസിദ്ധനായ ഒരു ആത്മീയ ആചാര്യൻ അതിനെ വിശേഷിപ്പിക്കുക. കോൺഷ്യസ്നെസ്, അവബോധം, അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ ആരാണെന്ന് നമുക്ക് മനസ്സിലാവണം. നമുക്ക് മാത്രം അറിയാവുന്ന ഒരു സ്വഭാവം ഉണ്ട്. നമുക്ക് മാത്രം അറിയുള്ളത്. വേറൊരു പട്ടിക്കുഞ്ഞിന് പോലും നമ്മളെ മനസ്സിലാവില്ല. ചില ഫീൽഡിൽ നമ്മളുടെ ജീവിതത്തില് നമ്മുടെ മനസ്സാക്ഷിക്കുള്ളിലേക്ക്, മനസ്സിന്റെ ഉള്ളിലേക്ക്, നമ്മളായിരിക്കുന്ന അസ്തിത്വത്തിന്റെ തോടിനകത്തേക്ക് ചുരുങ്ങിപ്പോകുന്ന ചില നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എല്ലാ ദിവസവും ഉണ്ട്. only we know who we are. നമുക്ക് മാത്രം അറിയാൻ പാടുള്ളൂ. കാര്യം വല്ലപ്പോഴൊക്കെ നമുക്കറിയാലോ, നമ്മുടെ അമ്മയൊക്കെ നമ്മളോട് പറയും, എടാ മോനെ, നിന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഈ പ്രസവിച്ച അമ്മമാർക്കുള്ളൊരു അഹങ്കാരമാണത്. ഇടയ്ക്കിടയ്ക്ക് അമ്മ നമ്മളെ വെട്ടാൻ വേണ്ടി പറയുന്ന ഒരു ഡയലോഗാണ്, അമ്മയുടെ അടുത്ത് കളിക്കണ്ടിട്ടാ, അമ്മ ഒക്കെ അറിയാം, നിന്നെ പെറ്റത് ഞാനല്ലടാ, നീ എന്റെ മുല കുടിച്ചല്ലേ വളർന്നത്. അമ്മ അപാര ഡയലോഗ് വീശു. എന്നോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ, അമ്മയുടെ അടുത്ത് കളിക്കരുത്, നീ മനസ്സിൽ കാണണത് ഞാൻ മാനത്ത് കാണും, നിന്റെ മുഖം മാറിയ ഒക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്ന അമ്മ പറയണേ. നമ്മുടെ ഉള്ളിൽ ഊറിച്ചിരിക്കും. അമ്മയ്ക്ക് ഒരു കുന്തും അറിയാൻ പാടില്ല. നമ്മളാരെ മക്കളെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. എത്ര പൊന്നുംകെട്ട കെട്ടിയോളാണെന്ന് പറഞ്ഞാലും, എത്ര ചങ്കിലിരിക്കണ ഭർത്താവാന്ന് പറഞ്ഞാലും, ഈ ദിവസത്തെ പത്രവാർത്തകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ചില മനുഷ്യരുടെ ജീവിതത്തിൽ അവർ രഹസ്യമായി ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ചില വൈകൃതങ്ങളെ കുറിച്ച് നമുക്ക് മാത്രം അറിയാവുന്ന ചില സ്വഭാവ മേഖലകളുണ്ട്. നമുക്കറിയാൻ പാടില്ലാത്തതും മറ്റുള്ളവർക്ക് അറിയാവുന്നതുമായ ചില സ്വഭാവ മേഖലകളുണ്ട്. നമുക്കൊരു കുന്തും അറിയാൻ പാടില്ല, പക്ഷെ പുറത്തുനിന്ന് നോക്കണവൻ കറക്റ്റായിട്ട് മാർക്കിടും. നമ്മുടെ ഒരു നോട്ടം ചിലപ്പോഴൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായിരിക്കും മറ്റുള്ളവരതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നത്. കണ്ണിൽ നോക്കിയിട്ട് നമ്മൾ സംസാരിക്കണേ, പക്ഷെ ആ വൃത്തികെട്ടവള് കണ്ടത് നമ്മുടെ കണ്ണിലെ കാമാണെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും അത് കരുതിയിട്ടില്ല, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ചിന്തിക്കാത്തതും മറ്റുള്ളവർ കണ്ടുപിടിക്കുന്നതുമായ ചില സംഗതികളുണ്ട്. എനിക്കും മറ്റുള്ളവർക്കും അറിയാവുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. ഐ ആം വെൽ അവെയർ ഓഫ് ഇറ്റ് ആൻഡ് അതേഴ്സ് ഓൾസോ. ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് മറ്റുള്ളവർക്കും അറിയാം, എനിക്കും അറിയാം. ദാമ്പത്യത്തിൽ അതിന് മനോഹരമായൊരു ബ്ലെൻഡ് ഉണ്ട്. മറ്റൊന്ന്, എൻ്റെ കർത്താവിന് മാത്രം അറിയാവുന്ന ചില സ്വഭാവ മേഖലകളാണ്. എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, സ്വഭാവത്തിന്റെ ഈ തലങ്ങളിൽ ഏത് പരിശോധിച്ചാലും നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാവണം, നമ്മുടെ നന്മകളെ കുറിച്ച് നമുക്ക് അവബോധം ഉണ്ടാകണം. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ ഈ സ്വഭാവത്തിന്റെ പോരായ്മകളും നന്മകളും പാവപ്പെട്ട കൊച്ചിന്റെ കയ്യിലെ 5 അപ്പവും 2 മീനും പോലെ എത്ര മനോഹരമായി അത്ഭുതം ചെയ്യുമെന്നും നീ അറിഞ്ഞിരിക്കണം. അതാണ് പ്രധാനപ്പെട്ടത്. എൻ്റെ പോരായ്മകളും എൻ്റെ നന്മകളും രണ്ടും, എൻ്റെ കുറവുകളും
എൻ്റെ നിറവുകളും, എൻ്റെ കഴിവുകളും, എൻ്റെ കഴിവുകേടുകളും, എൻ്റെ തകർച്ചകളും, എൻ്റെ ഉയർച്ചകളും എപ്രകാരം കൊച്ചു കുഞ്ഞിൻ്റെ കയ്യിലെ 5 അപ്പവും 2 മീനും പോലെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ കുടുംബത്തിനായിട്ടുള്ള ഗംഭീരമായ അത്ഭുതങ്ങളായി ഗണിക്കപ്പെടുമെന്ന്, അല്ലെങ്കിൽ പരിവർത്തിക്കപ്പെടുമെന്ന്, മാറ്റപ്പെടുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 1-2 കൊച്ചു കാര്യങ്ങൾ മാത്രമേ അച്ഛൻ പറയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവ് തെരഞ്ഞെടുത്ത മനുഷ്യര്, സുവിശേഷത്തില് നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യര്, ദൈവത്തിന്റെ പ്രത്യേക കൃപ കിട്ടി ലോകത്തില് കർത്താവിന്റെ സ്വന്തമായി ജീവിച്ച മനുഷ്യര് ഒത്തിരി ബലഹീനതകളുള്ളവരായിരുന്നു. നിങ്ങളുടെ കഴിവുകളെ നിറവുകളാക്കാനുള്ള വഴികളൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരും. പടം വരയ്ക്കാൻ കഴിവുള്ളവര്, പാട്ട് പാടാൻ കഴിവുള്ളവര്, ഭക്ഷണം മനോഹരമായി പാകപ്പെടുത്താൻ കഴിവുള്ളവര്, ചുമ്മാ ഒരു നോട്ടത്തില് ആശ്വാസത്തിന്റെ പുതപ്പണിയിക്കാൻ പറ്റുന്നവരൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ടാവും. അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രിയപ്പെട്ട വൈദികരും മറ്റുള്ളവരും നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷെ അച്ഛൻ നിങ്ങളോട് പറയണത്, നിങ്ങളുടെ കഴിവുകേടുകളെ, നിങ്ങളുടെ കുറവുകളെ നിറവുകളാക്കുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും അച്ഛന് തോന്നിയിട്ടുണ്ട്, ചില കൊച്ചങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ വന്ന് നിൽക്കുമ്പോൾ അവന്റെ അപ്പനെ എനിക്ക് ഓർമ്മ വരും. ഇടവക വികാരി അച്ഛനായതുകൊണ്ട് ഇത് വളരെ രസകരമായൊരു സംഗതിയാണ്. കൊച്ചൻ പള്ളിയിൽ നിൽക്കണ കണ്ട ഏതോ വിശുദ്ധന്റെ കൊച്ചനാന്ന് തോന്നും. പക്ഷെ കൊച്ചന്റെ ഒറിജിനൽ അപ്പനെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഓർക്കുമ്പോ ഉണ്ടല്ലോ, ഓ ദൈവമേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ലോകത്തറയാണ് ജോണി, പക്ഷെ അവന്റെ കൊച്ചനുണ്ടല്ല, ഇടവകയിലെ ഏറ്റവും തങ്കപ്പെട്ട കൊച്ചനാണ്. ആരുടെയും വയലും നോക്കി എന്ത് വിടുക പറയുന്നവളുമാണ് ലിസി. പക്ഷേ അവളുടെ പൊന്നുംകെട്ട മോള് കൈ ഊപ്പി കുർബാനയ്ക്ക് നിൽക്കണ കണ്ട, അത് നമ്മളെ സ്നേഹിക്കണ കണ്ട, നമ്മുടെ ഇടപഴകണ കണ്ട, എങ്ങനെ ലിസിക്ക് ഇങ്ങനെ ഒരു കൊച്ചുണ്ടായി എന്ന് ഞാൻ അത്ഭുതപ്പെടും. നമ്മൾ ഓർക്കണം, നമ്മുടെ കുറവുകളെ നിറവുകളാക്കാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ആകെ പേടിയാണ്, അല്പം സ്മോളടി ഉണ്ടെന്ന് അച്ഛൻ അറിയാലോ, ചെറിയ ചെറിയ ബലഹീനതകൾ ഉണ്ടെന്ന് അച്ഛൻ അറിയാലോ, തൊട്ടേനും പിടിച്ചേനൊക്കെ വഴക്കടിക്കണ പ്രകൃതാണെന്ന് അച്ഛൻ അറിയാലോ, 100 കുറവുണ്ട് അച്ഛാ, ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകും? യു ഡോണ്ട് വറി, ദാറ്റ് വിൽ ബി ഡൺ ബൈ യുവർ ഗോഡ്. നിന്റെ കയ്യിലെ 5 അപ്പോ 2 മീനും നീ കർത്താവിന് കൊടുക്ക്, ദ റെസ്റ്റ് ഹി വിൽ ഡു. വെറുതെ എന്തെങ്കിലും ചെയ്യല്ല, അത്ഭുതങ്ങൾ ചെയ്യും നിന്റെ ദൈവം. അതാണ് ഇപ്പൊ അച്ഛന് നിങ്ങളോട് പറയാനുള്ളത്. ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യര് നമ്മൾ എടുത്തു നോക്കുക, എന്തോരം കുറവുകളുള്ളവരാ. ആദം എന്തോരം കുറവുള്ളവനായിരുന്നു, വളരെ പോരായ്മ. ആദത്തിന്റെ അവസ്ഥയുടെ ഔന്നിത്യം, എത്ര ഉയരത്തിലാണ് അയാൾ എന്ന് ചിന്തിക്കുമ്പോഴാണ് അയാളുടെ വീഴ്ച എത്ര ഭീകരമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. He was in such a height. ദൈവത്തിന്റെ കൂടെ മോർണിംഗ് വാക്കിങ്ങും ഈവനിങ് വാക്കിങ്ങും നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അയാളാണ് പെണ്ണ് കൊടുത്ത ഒരു ആപ്പിളുമ കടിച്ച് സകലതും കളഞ്ഞു. അയാൾക്ക് എന്ത് സ്റ്റാൻഡേർഡ് ഉണ്ട്? അയാൾ അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ടാണ് സകലമാന ഗുലുമാലും ലോകത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. നോഹ, അയാൾക്ക് കുറവുണ്ടായിരുന്നു. അയാൾ ദൈവത്തിന്റെ അത്ഭുതത്തിന് പാത്രീഭൂതനായി. അയാളാണ് രക്ഷപ്പെട്ടത്. പക്ഷെ രക്ഷപ്പെട്ട് വെള്ളമിറങ്ങി, പ്രളയം കഴിഞ്ഞ് വെള്ളമിറങ്ങി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹ ഇഞ്ചപ്പറ്റായിട്ട് തുണി പോലും ഇല്ലാണ്ട് കിടന്നെന്നാ പറയണേ. കള്ളുടിച്ചു. അയാളുടെ കിടപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് 2 ആമ്പിള്ളേര് തോർത്തുകൊണ്ട് കൊണ്ടുപോയി പുതപ്പിച്ചെന്നാ പറയണേ. എന്ത് സ്റ്റാൻഡേർഡ് ഉണ്ട് നോഹയ്ക്ക്? അയാൾ മദ്യപാനിയായിരുന്നു, അയാൾക്ക് കുറവുകൾ ഉണ്ടായിരുന്നു, അയാൾക്ക് പോരായ്മകൾ ഉണ്ടായിരുന്നു നോഹയ്ക്ക്. അബ്രാഹം, ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഭാര്യയുടെ വാക്ക് കേട്ട് അടുക്കള കയറിയവനാണ് അബ്രാഹം. അയാള് വേലക്കാരി പെണ്ണിനെ കയറി പിടിച്ചു. അയാൾക്കൊരു കൊച്ചും ഉണ്ടായി. അബ്രാഹത്തിന് പോരായ്മയില്ലേ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അബ്രാഹം പലപ്പോഴും ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നത് ബൈബിളിലുണ്ട് എന്ന് വെച്ച് അയാൾ വലിയൊരു നുണയനാണെന്ന് ഞാൻ കണക്ക് കൂട്ടില്ല. എന്നിരുന്നാൽ തന്നെയും ഹാഗാറുമായിട്ടുള്ള ബന്ധം തീർത്തും അനാവശ്യമായിരുന്നു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അബ്രാഹത്തിന് കുറവുണ്ടായിരുന്നു, യാക്കോബിന് കുറവുണ്ടായിരുന്നു. പയറുപായസം, കടിഞ്ഞൂൽ പുത്രാവകാശം തട്ടിച്ചെടുത്തത്, രോമക്കുപ്പായം, എന്തെല്ലാം തരികട പരിപാടികൾ യാക്കോബ് ചെയ്തു.
എന്നിട്ടും ദൈവം യാക്കോബിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിച്ചു എന്നാണ് ബൈബിള് പറയുന്നത്. യാക്കോബിന്റെ ദൈവം എന്നാണ് നമ്മുടെ ദൈവത്തിന്റെ പേര്. പോരായ്മകളുള്ളവനാ യാക്കോബ്. മോശ അയാളൊരു കൊലപാതകയായിരുന്നു. മോശ ഒരു കൊലപാതകയായിരുന്നു. മോശ വിക്കനായിരുന്നു. അയാൾ ഭയങ്കര അഹങ്കാരിയായിരുന്നു. അയാൾ ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാത്തവനായിരുന്നു. അയാൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നവനായിരുന്നു. അയാൾക്ക് എന്തോരം ക്ഷിപ്ര കോപിയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മോശ കയറി അടിക്കും. അത് 1-1.5 അടിയാണ് മോശയുടെ. അങ്ങനെ അടിച്ചതാണ് ഒരെണ്ണം ചത്തുപോയത്. മോശ പോരായ്മയുള്ളവനാ. ബൈബിളില് നമ്മൾ ആരെ വേണമെങ്കിൽ, സാംസൺ, അയാൾ എന്തോരം കുറവുള്ളവനായിരുന്നു. അയാൾ മുടി മുറിച്ച് ഒരു പെണ്ണിന്റെ മടിയിൽ കിടന്ന് ശൃംഗരിക്കാൻ പോയതാ. അയാളുടെ മുടി പോയി, ഒക്കെ പോയി. ആമോസ്, ജെറമിയ, ഹോസിയ, നമ്മുടെ പത്രോസ്, പൗലോസ്, യോഹന്നാൻ, ആരാ ഇത്ര സ്റ്റാൻഡേർഡ് ഉള്ളവർ? എന്തുമാത്രം കുറവുകളുള്ള മനുഷ്യർ. ഇപ്പൊ ടിവിയിലെ വെബ് സീരീസ് വരുന്നുണ്ട്, ദ ചോസൻ. പത്രോസിന്റെയും യാക്കോബിന്റെയും മത്തായിയുടെ ഒക്കെ ജീവിതം അടുത്ത് നിന്ന് നോക്കുമ്പോ എന്തെന്ത് കുറവുകളാ ഇവരുടെ ജീവിതത്തില്. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം ഇങ്ങനെ ഒരു ദൈവമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ യു ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യുവർ ഗോഡ് ഈസ് സച്ച് എ ഗോഡ്. ബലഹീനരെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത്, കുറവുള്ളവരെ പ്രത്യേകമായി കണ്ടെത്തി, അവരുടെ ജീവിതത്തിലേക്ക് തൻ്റെ കൃപയുടെ സമൃദ്ധി വർഷിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങളുടെ കുറവുകൾ ഓർത്ത് നിങ്ങൾ ഒരിക്കലും വേവലാതിപ്പെടരുത്. പോരായ്മകൾ ഓർത്ത് ഭഗ്നാശരാവരുത്. ഗംഭീരമായ കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ബലഹീനതകൾ, ശാരീരികവും മാനസികവുമായ എൻ്റെ പോരായ്മകൾ എൻ്റെ കുടുംബജീവിതത്തെ തകർത്ത് കളയുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുത്. ബിക്കോസ് യുവർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ഹു ഈസ് സച്ച് എ പവർഫുൾ ഗോഡ്. എൽ ഷദായ് എന്നാണ് കർത്താവിന്റെ പേര്. അങ്ങനെയാ പണ്ട് ബൈബിളിലൊക്കെ നമ്മൾ വായിക്കണം, എൽ ഷദായ്. ഇസ്രായേലിന്റെ മക്കള്, ആട്ടിടയന്മാര് ദൈവത്തെ വിളിച്ചിരുന്നത് അങ്ങനെയാ, എൽ ഷദായ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ദ വൺ ഹൂ ഈസ് മോർ ദാൻ ഇനഫ്. എന്തിനും മതിയായവനായ കർത്താവ്, ദ വൺ ഹൂ ഈസ് മോർ ദാൻ ഇനഫ്. രജനീകാന്തിന്റെ ഒക്കെ ഭാഷ പറഞ്ഞ അതുക്കും മേലെ ഉള്ള ഒരു തമ്പുരാൻ. നിന്റെ ബലഹീനതകൾ എന്തു ആവട്ടെ, നിന്റെ പോരായ്മകൾ എന്തു ആവട്ടെ, സാമ്പത്തികമായ ഞെരുക്കങ്ങളോ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളോ, whatever it be, and your God is El Shaddai who is more than enough. നിന്റെ ദൈവത്തിന്റെ കയ്യില് നീ എല്ലാം അങ്ങോട്ട് വെച്ചു കൊടുക്കുക. അബ്രാഹം ചെയ്തത് അതാണ്, ഇസഹാക്ക് ചെയ്തത് അതാണ്, യാക്കോബ് ചെയ്തത് അതാണ്, ദാവീദ് ചെയ്തത് അതാണ്. ദാവീദിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ദാവീദ് എത്ര തറയായിരുന്നു. ബൈബിളിലെ ദാവീദ് ഒരു പെണ്ണ് സോപ്പും കൊണ്ട് കുളിക്കാൻ പോയതാണ്. ആലോചിച്ച് നോക്കി, ദാവീദ്, അവനെ ദൈവം എന്തോരാ വളർത്തിയത്. ആ ദാവീദ് പറയണതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവമേ, അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എൻ്റെ ശബ്ദം കേൾക്കണമേ. 51-ാം സങ്കീർത്തനം മക്കളെടുത്ത് വായിക്കി. ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കുകയാണ്. നിന്റെ പരിശുദ്ധാത്മാവിനെ നീ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. നീ എൻ്റെ സഹായത്തിന് വരണം. നീ ഒരിക്കലും എന്നെ തള്ളി പറയരുത്, തള്ളിക്കളയരുത്. നിർമ്മലമായൊരു ഹൃദയം നീ എന്നിൽ സൃഷ്ടിക്കണം. പരിശുദ്ധമായൊരു മനസ്സ് നീ എനിക്ക് തരണം. ഈ ഒരു മനസ്സാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തില് ഗംഭീരമായ മീൻപിടുത്തം. സത്യം പറഞ്ഞ ദ ചോസൻ ആ വെബ് സീരീസ് കണ്ടപ്പോ ആ രംഗത്ത് എന്റെ കണ്ണിൽ നിന്ന് വല്ലതും വെള്ളം വന്നു. ശമയോന്റെ വെപ്രാളം. ശമയോൻ ഈശോയോട് പറയണ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, ജസ്റ്റ് ലീവ് മീ അലോൺ. നീ എന്നെ ഇട്ടച്ചു പോ, ഞാൻ വളരെ വളരെ. അതാണ് മക്കളെ കർത്താവിന് ഏറ്റവും ഇഷ്ടം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ കൊമ്പത്തെയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കല്ല. കെട്ടിയോളം കാണുമ്പോ വുഡ്ബീനെ കോഴ്സിന്റെ ഇടയിൽ കാണുമ്പോൾ ചില പിള്ളേരൊക്കെ ഞാൻ BMW മേടിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. റേഞ്ച് റോവർ ആയാലും കുഴപ്പമില്ല, മിനിമം 3 നില പെര വേണം, സെൻട്രലൈസ്ഡ് AC വേണം, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. ഇങ്ങനെയുള്ള ബൂസ്റ്റിംഗ് ഡയലോഗ്സ് അല്ല കർത്താവിന് പ്രിയങ്കൻ. പത്രോസിന്റെ വാക്ക് ശ്രദ്ധിക്കുക, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, പ്ലീസ് ലീവ് മീ അലോൺ. ഈശോ പത്രോസിനോട് പറയും, ഫോളോ മീ. ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാണ്.
ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് ബൈബിളിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവൊന്നുമല്ല, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയൊന്നുമല്ല. ബൈബിളിലെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, ഏറ്റവും അർത്ഥവത്തായ പ്രാർത്ഥന, നിമിഷം കൊണ്ട് രക്ഷ വാങ്ങിച്ചു കൊടുക്കണ പ്രാർത്ഥന, അത് ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാ. നെഞ്ചത്തടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുപൊക്കാൻ പോലും പറ്റാതെ അയാള് നിലവിളിച്ച് അയാള് പറഞ്ഞ്, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അവബോധമുള്ളവരാകുമ്പോൾ നമ്മൾ എളിമപ്പെടും. നമ്മുടെ കുറവുകൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വിനയാന്വിതരാകും. അപ്പോ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറും. അതിനുള്ളതാണ് ഈ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വശം, ഒരു തലം കുടുംബജീവിതത്തിലുണ്ട്. ഗംഭീരനായ ഒരു ഭർത്താവാകാനല്ല, ഒരു അടിപൊളി കെട്ടിയോളാവാനല്ല, എല്ലാവരെയും ഭരിച്ചു നടക്കുന്ന ഒരു വലിയ മനുഷ്യനായിട്ട് ജീവിക്കാനല്ല കുടുംബം ദൈവം നിങ്ങൾക്ക് തരണത്. നേരെ മറിച്ച് ദൈവത്തിരുമുമ്പിൽ താഴ്മയോടെ നിന്ന് ദൈവാനുഗ്രഹങ്ങളുടെ സമൃദ്ധി അനുഭവിക്കാനും ആ സമൃദ്ധിയെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാനും. പത്രോസിനോട് ഈശോ ചോദിച്ചു, യോനായുടെ പുത്രനായ ശമയോനെ, നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്കറിയാലോ തമ്പുരാനെ എന്ന് പത്രോസ് പറഞ്ഞു. മൂന്നാം വട്ടം ചോദിച്ചപ്പോ ശമയോൻ പറഞ്ഞു, ഗുരു, നീ എല്ലാം അറിയണം, നീ എല്ലാം അറിയണം എൻ്റെ ഗുരു. എന്താ ആ പറഞ്ഞതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? ശമയോൻ പറഞ്ഞതിന്റെ അർത്ഥം ഇറ്റ്സ് വെരി ക്ലിയർ. നിനക്ക് എന്നെ നന്നായിട്ട് അറിയാം. എൻ്റെ ബലഹീനതകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ ഇടർച്ചകൾ എല്ലാം നിനക്കറിയാം. അതാണ് പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം. ആര് നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ് എല്ലാവരും നിന്നെ പിടിക്കാൻ ഓടിച്ചിട്ടപ്പോ ഞാൻ ജീവനും കൊണ്ടോടി. ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളി പറയില്ലെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് കണ്ണുരുട്ടി കാണിച്ചപ്പോ ഒരു വട്ടമല്ല 3 വട്ടം ആഘോഷമായിട്ട് ഞാൻ താങ്ങി. നീ വേദനകളെ കുറിച്ച് പറഞ്ഞപ്പോ, പീഡാനുഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോ, അതൊരിക്കലും നിനക്ക് സംഭവിക്കരുതെന്ന് ഞാൻ ആണയിട്ട് നീ എന്നെ ചെകുത്താനെ എന്ന് വിളിച്ച് ഞാൻ നിന്നെ കൽത്തുറുങ്കില് അവര് കെട്ടിയിട്ടടിക്കുമ്പോ തൊട്ടപ്പുറത്തിരുന്ന് തീ കായുന്നുണ്ടായി. യു നോ എവരിത്തിങ്. ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഇത് പറഞ്ഞ് കർത്താവിനോട് പത്രോസ് പറഞ്ഞു അവസാനത്തെ വാക്ക്, ഗുരു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു. ദാറ്റ് ഓൾസോ യു നോ. എന്നും നീ അറിയുന്നു. ദാറ്റ് ഓൾസോ യു നോ. കാര്യം ഞാൻ ലോകത്ത് അറിയാം. എനിക്ക് ഒത്തിരി കുറവുകൾ, പോരായ്മകളുണ്ട്. എനിക്ക് ഒത്തിരി കുറ്റങ്ങളും ബലഹീനതകളുണ്ട്. ബട്ട് എമിഡ്സ്റ്റ് ഓൾ ദീസ്, ഇതിന്റെ എല്ലാം മധ്യത്തിലും ഐ സിംപ്ലി ലവ് യു. എനിക്ക് നിന്നെ ഒടുക്കത്തെ ഇഷ്ടമാണ്. പൊത്തി പിടിച്ചിട്ട് ദൈവം പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. വിവാഹത്തിന് മുമ്പ് 1 മണിക്കൂറെങ്കിലും തമ്പുരാന്റെ മുമ്പിൽ നീ ആരാണെന്നുള്ള അവബോധത്തോടെ ഒന്ന് പോയിരിക്കണം മക്കളെ. ഫൈൻഡ് ഔട്ട് സം ടൈം ഫോർ ദാറ്റ്. കർത്താവിന്റെ മുമ്പിൽ പോയിരിക്കണം വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട് ആൻഡ് ഓപ്പൺ ഹാൻഡ്സ്. കരങ്ങൾ തുറന്ന് പിടിച്ച് ചങ്ക് പൊളിച്ചു വെച്ച് ദൈവത്തിന് മുമ്പിൽ ഇരിക്കണം. ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഹു യു ആർ. ദൈവമേ, നിന്റെ മുമ്പില് നിന്റെ സുന്ദരമായ കുടുംബത്തെ സ്വീകരിക്കാൻ, നീ തരുന്ന പ്രിയപ്പെട്ടവരെ നെഞ്ചേറ്റാനുള്ള ഒരു യോഗ്യതയും അർഹതയും എനിക്കില്ല. But one thing I am damn sure that I love you and you will do miracles in my life. നിനക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് ആകെ ഉള്ളത് 5 അപ്പവും 2 മീനുമാണ്. ഒരു കുഞ്ഞു കഥ പറഞ്ഞ അച്ഛൻ അവസാനിപ്പിക്കും. എലി വീസൽ എന്ന് പറയുന്ന ഗംഭീരനായ ഒരു ഓഥറുണ്ട്, നൊബേൽ പ്രൈസ് വിന്നറാണ് എലി വീസൽ. ദ നൈറ്റ് എന്ന് പറയുന്ന ഒരു കഥ, നോവൽ അദ്ദേഹത്തിൻ്റെയാണ്. ഒരു കൊച്ചുകുട്ടി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരിക്കാൻ നിൽക്കുന്നതാണ് രംഗം. കൊച്ചൻ തൂങ്ങിച്ചാവാൻ പോവാണ്, തൂക്കിക്കൊല്ലാൻ പോവാണ് കുഞ്ഞിനെ. ഒത്തിരി പേരെ തൂക്കിക്കൊല്ലുന്നുണ്ട് ഹിറ്റ്ലറിന്റെ പട്ടാളം. നിരനിരയായിട്ട് മനുഷ്യർ നിൽപ്പുണ്ട്. വൃദ്ധരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ഫാമിലി ആയിട്ടുള്ള മനുഷ്യരുണ്ട്, സന്യസ്തരുണ്ട്, അച്ഛന്മാരുണ്ട്, ഒക്കെയുണ്ട്. ഈ കൂട്ടത്തില് ഈ മനുഷ്യനും ഉണ്ടായിരുന്നു എന്നാണ് നോവൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോവൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഈ ഓഥറും കൂടി അവിടെ ഉണ്ടായിരുന്നു. അയാൾ എങ്ങനെയോ അത്ഭുതകരമായി പുറത്തു വന്ന് ഈ നോവൽ എഴുതി എന്ന് പറയപ്പെടുന്നു. എലി വീസൽ, ദ നൈറ്റ്. പറ്റണവരെടുത്ത് വായിക്കും. നിരയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഈ മനുഷ്യൻ പുറകിന്ന് ആരോ വിളിക്കണത് കേട്ടു. ജസ്റ്റ് ബാക്കിയെന്നാ വിളി. എക്സ്ക്യൂസ് മീ സർ,
അയാൾ തിരിഞ്ഞു നോക്കി. അയാളുടെ അരക്കെട്ടിന്റെ വലിപ്പമുള്ള ഒരു കൊച്ചാണ്, കുഞ്ഞു പയ്യൻ, 10-12 വയസ്സുണ്ട്. അയാൾ തിരിഞ്ഞിട്ട് ചോദിച്ചു, വാട്ട് യു വാണ്ട്, വൈ ഡിഡ് യു കോൾ മീ? കൊച്ചൻ പറഞ്ഞു, സർ ഒരു ഉപകാരം ചെയ്യാം. എലി വീസൽ എഴുതുന്നത്, ഐ വാസ് സിംപ്ലി ഷോക്ക്ഡ്. കാരണം മരിക്കാൻ പോവാണ്. പട്ടാളക്കാര് പേര് വിളിച്ചുകൊണ്ടിരിക്കണു, വിളിക്കപ്പെടുന്ന പേരുകാര് കൽത്തുറുങ്കിലേക്ക് കയറി നിൽക്കണു, കയറ് കഴുത്തിൽ കൊടുക്കണു, പലക മാറ്റണു, ആള് താഴേക്ക് പോണു, മരിക്കണു. ഇത് കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കൊച്ചന്റെ ഒരു ആവശ്യം, can you do one favor for me? ഒരു ഉപകാരം ചെയ്യാമോ? ഇയാളെ പറയാണ്, എനിക്ക് അരിശം വന്നു. ഞാൻ കൊച്ചനോട് പറഞ്ഞു, ഷട്ട് അപ്പ് യുവർ മൗത്ത്, പ്ലീസ് ലീവ് മീ അലോൺ, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ശല്യപ്പെടുത്തരുത്. അയാൾ തിരിഞ്ഞു നിന്നു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ചൻ പിന്നെയും വിളിച്ചു, എക്സ്ക്യൂസ് മീ സർ, നിനക്ക് എന്താ വേണ്ടത്? അയാൾ അരിശപ്പെട്ട് ചോദിച്ചു. കൊച്ചൻ പറഞ്ഞു, സാർ ഞാനും സാറും മരിക്കും. അതിപ്പോ നീ പറഞ്ഞിട്ട് വേണ്ട, എനിക്കറിയാം. സാറേ, മരിക്കണേക്ക് മുമ്പ് ഒരു ഉപകാരം ചെയ്യാമോ? ഇയാൾ അരിശത്തോടെ കൊച്ചനോട് പറഞ്ഞു, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം ടെല്ലിംഗ് യു അഗൈൻ ആൻഡ് അഗൈൻ. സ്വർഗസ്ഥനായ പിതാവെ ചെല്ലാൻ അറിയാമോ? ഡു യു നോ അവർ ഫാദർ? യെസ് ഐ നോ സർ, പ്ലീസ് റിസൈറ്റ് ഇറ്റ് ആൻഡ് കീപ് ക്വൈറ്റ്. മിണ്ടി പോവരുത്, ആ ചൊല്ലിക്കൊണ്ട് നിൽക്കാൻ പറഞ്ഞ അയാള്. കൊച്ചൻ പിന്നെയും നിശബ്ദനായി. അയാൾ തിരിഞ്ഞു നിന്നു. വീണ്ടും 2 മിനിറ്റ് കഴിഞ്ഞപ്പോ കൊച്ചൻ പിന്നെയും പട്ടക്കി തട്ടി, തൊടയെ തട്ടി അയാളുടെ. എക്സ്ക്യൂസ് മീ സർ. അയാൾ 2 കൈയും ചുരുട്ടി പിടിച്ചിട്ട് തിരിഞ്ഞെന്നാ പറയണേ. അത്ര അരിശത്തിൽ അയാൾ തിരിഞ്ഞു നിന്നത്. അയാൾ ചോദിച്ചു, വാട്ട് യു വാണ്ട്? കൊച്ചൻ വളരെ വേദനയോടെ അയാളുടെ കണ്ണിലേക്ക് നോക്കി, നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ ചോദിച്ചു, സർ എന്തായാലും മരിക്കാൻ പോവാണ്. അതെ, ഞാനും മരിക്കും, സാറും മരിക്കും. ഓക്കെ, മരിക്കണേക്ക് മുമ്പ് ഒരു ഉപകാരം സർ, എന്താ നിനക്ക് വേണ്ടത്? കൊച്ചൻ പറഞ്ഞു, സാറേ മരിക്കണേക്ക് മുമ്പ് ഞാൻ സാറിന്റെ ചെറുവിരലും ഒന്ന് പിടിച്ചോട്ടെ. മരിക്കണതിന് മുമ്പ് ഞാൻ സാറിന്റെ ചെറുവിരലേല് ഒന്ന് പിടിച്ചോട്ടെ. എലി വീസൽ എഴുതുക, ജീവിതത്തിന്റെ അവസാന നിമിഷത്തിലും നിനക്ക് ചെയ്യാൻ ദൈവം ഒരു അത്ഭുതം ബാക്കി വെക്കുന്നുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ഒരു അനുഭവമാണ്. മരിക്കാൻ നിൽക്കായിരുന്നു ഞാൻ. എന്റെ ചെറുവിരല് ഞാൻ ആ കുഞ്ഞിന് നീട്ടിക്കൊടുത്തു. അവൻ അതേൽ അമർത്തി പിടിച്ചു. അവൻ മരിച്ചോ ജീവിച്ചോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനോട് ഈ വിവാഹ കോഴ്സിൽ സംബന്ധിച്ച് ഒരുങ്ങുമ്പോ ഒരു കാര്യം മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് അച്ഛന് തോന്നണേ. കർത്താവേ, ബലഹീനതകളും പോരായ്മകളും 100 ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ചെറുവിരലിനെ ഒന്ന് ബലപ്പെടുത്താൻ നീ എന്നെ സഹായിക്കണം. എൻ്റെ ഈ ചെറുവിരലിൽ തൂങ്ങി നടക്കാൻ നീ എനിക്കൊരു കുടുംബത്തെ തരികയാണ്, കുറെ പ്രിയപ്പെട്ടവരെ തരികയാണ്. എൻ്റെ കുറവുകളെ, എൻ്റെ പോരായ്മകളെ മറന്ന് അവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ആത്മബലം നീ എനിക്ക് തരണം. പോരായ്മകളും കുറവുകളും ഉള്ളവരെയൊക്കെ നീ ഇത്രമാത്രം ചേർത്ത് പിടിച്ച് മഹത്വപ്പെടുത്തിയെങ്കിൽ പാപിയും ബലഹീനയുമായ എൻ്റെ ജീവിതത്തിലും നിനക്ക് എന്തോ അത്ഭുതങ്ങൾ നീ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. വിവാഹത്തിന് മുമ്പ് കുറച്ച് സമയം തമ്പുരാന്റെ മുമ്പിലിരുന്ന് നമ്മുടെ കുറവുകള് പോരായ്മകളൊക്കെ കണ്ടെത്തി അതത്രയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വെച്ചുകൊടുത്ത് അവന്റെ ശക്തി ധരിക്കാൻ സമയം കണ്ടെത്തണമെന്ന് വളരെ സ്നേഹപൂർവ്വം അച്ഛൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ദാമ്പത്യം മനോഹരമാവട്ടെ. എളിമയുള്ളിടത്തും പോരായ്മകൾ ഉള്ളിടത്തും അത്ഭുതം കാട്ടുന്ന, കൃപ വർഷിക്കുന്ന, വിസ്മയം തീർക്കുന്ന ഒരു കർത്താവിൻ്റെ ഗംഭീരമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൃദ്ധമായിട്ടുണ്ടാവട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സുന്ദരമായൊരു ദാമ്പത്യം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ പാപിയും ബലഹീനനുമാണ്, കുറവുകളും പോരായ്മകളും ഉണ്ട്. നിന്റെ പ്രിയപ്പെട്ട ജെറോമിനോട് നീ ചോദിച്ചതുപോലെ നീ എന്നോടും ചോദിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ജെറോം, നിന്റെ ബലഹീനതകളെ നീ എനിക്ക് താ, നിന്റെ കുറവുകളെ നീ എനിക്ക് താ. എൻ്റെ മോനെ, മോളെ, നിനക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നീ അതൊക്കെ എനിക്ക് താ. കർത്താവേ, എൻ്റെ കുറവുകൾ, എൻ്റെ പോരായ്മകൾ നിന്റെ തൃക്കരങ്ങളിലേക്ക് ഞാൻ വെച്ചു തരുന്നു.
നിന്റെ അത്ഭുതത്തിന് അവകാശിയാവാൻ നീ എന്നെയും അനുവദിക്കണേ. എൻ്റെ ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടുന്ന വിസ്മയങ്ങളെ ധ്യാനിച്ച് കൂടുതൽ കൂടുതൽ നിന്നോട് ചേർന്നിരിക്കാൻ, അർഹിക്കാത്തതാണ് എന്നും നീ എനിക്ക് നൽകുന്നതെന്ന് തിരിച്ചറിയാൻ, അതാണ് നിന്റെ തിരുഹിതമെന്ന് മനസ്സിലാക്കാൻ നീ എന്നെ അനുവദിച്ച് അനുഗ്രഹിക്കണേ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി കർത്താവേ, നിനക്ക് മഹത്വം. ആമേൻ. So then they are no longer two, but one flesh. Therefore what God has joined together, let not man separate.